കഴിഞ്ഞ 29 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി INTUC വൈക്കം മണ്ഡലം കമ്മിറ്റി. ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, അവർക്ക് ശമ്പളവും പെൻഷനും നൽകുക, വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുക, അധിക ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചത്. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം PV പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. 29 ദിവസക്കാലമായി സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഏറ്റവും ന്യായമായ ആവശ്യമുന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ഒരു വെയിലിലും കടുത്ത മഴയത്തുമൊക്കെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഒത്തുതീർക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരം INTUC നേതൃത്വത്തിൽ കേരളത്തിലെങ്ങോളം ഇങ്ങോളം മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മണ്ഡലം പ്രസിഡന്റ് KN ദേവരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ഉണ്ണി മുഖ്യ പ്രഭാഷണം നടത്തി. ആശാ വർക്കേഴ്സിൻ്റെ പ്രവർത്തനത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മാർക്സിസ്റ്റ് പാർട്ടിയും CITയും കൂടി മുന്നോട്ട് പോകുന്നത്. ആശാപ്രവർത്തകരുടെ ജീവിതം തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ പിൻവലിച്ച് ഇവർക്ക് അടിയന്തരമായി അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. ഒരു കുട്ടിയെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതുപോലെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ആശാപ്രവർത്തകരുടെ പ്രവൃത്തികൾ. ഒരച്ഛനമ്മമാരെയും പ്രായമായ രോഗികളെയും കുട്ടികളെയും എങ്ങനെയെല്ലാം സംരക്ഷിക്കുന്നത് പോലെ ഒരമ്മ എങ്ങനെ സംരക്ഷിക്കുന്ന പോലെയാണ് അവർ തൊഴിലാളി ഈ സമൂഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു വിഭാഗം ന്യായമായ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുമ്പോൾ ന്യായമായ വേതനമൊന്നും പറയാൻ പറ്റിയില്ല. അവരാവശ്യപ്പെട്ടത് 10,000 രൂപയാണ് അവരാവശ്യപ്പെട്ടത്. 10,000 രൂപ മിനിമം കൂലിക്ക് വേണ്ടിയിട്ട് തെങ്ങുകളും കമുകളും പിഴുതെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കീഴിലൊരു ഭരണം നടക്കുമ്പോൾ ഇതേപോലൊരു തൊഴിലാളി വർഗം സമരം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ആ സമരത്തെ അധിക്ഷേപിച്ച് മുക്കിക്കൊല്ലുവാനുമാണ് ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അക്കരപ്പാടം ശശി, ജയ് ജോൺ പേരയിൽ, ജോർജ് വർഗീസ്, ശ്രീദേവി അനിരുദ്ധൻ, KV ചിത്രാംഗതൻ, സോണി സണ്ണി, KM രാജപ്പൻ, K സുരേഷ് കുമാർ, മോഹൻ K തോട്ടുപുറം, PN കിഷോർ കുമാർ, ജിക്കു കടവൻ, ശ്രീകുമാരൻ നായർ, PR തിലകൻ, CN അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്നത്. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക. നമുക്കറിയാം, ഇപ്പോൾ അവർക്ക് 7,000 രൂപയാണ് ഓണറേറിയമായി സർക്കാർ കൊടുക്കുന്നത്. ഈ 7,000 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ നടന്നു പോകുമെന്നുള്ളത് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുതൽ മരണം വരെയുള്ള അവരുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു ഡാറ്റ എൻട്രി ഉണ്ടാക്കി അവരുടേതായ സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഗ്രാസ് റൂട്ടിൽ അവരുടെ ഭവനത്തിൽ എത്തിക്കുക, അവരുടെ ക്ഷേമം അന്വേഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ചുമതലകൾ മാത്രമല്ല, അതുകൂടാതെ സമൂഹത്തിൽ സെൻസസ് പോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഗ്രാസ് റൂട്ടിലുള്ള ഗവൺമെൻറ്റായ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും സഹായിക്കേണ്ട കടമയും കൂടെ അവർക്കുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ 232 രൂപ മാത്രം ഡെയിലി ശമ്പളം മേടിക്കുന്ന ആശാ വർക്കർമാർ സ്ത്രീകൾ സമരം നടത്തുകയാണ്. കമ്മ്യൂണിസം ഈസ് ഡോക്ടർ ഓഫ് ദി ഇമാൻസിപ്പേഷൻ ഫോർ ദ പ്രൊലക്ടറേറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നിർധന തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള തത്വസംഹിതയ്ക്കാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. വിഷൻ ന്യൂസ് വൈക്കം.